ഗൈസ്, പുതിയൊരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് ലണ്ടൻസ് വൈറൽ ചോക്ലേറ്റ് സ്ട്രോബെറി. ഓക്കെ, അപ്പോൾ ഇത് വൈറലാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഞാനപ്പം ഫസ്റ്റ് ടൈം ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം കണ്ടില്ല എൻ്റെ മുഖത്ത്. ഒന്നാമത് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് സ്ട്രോബെറി. ദെൻ മാഷ്മെല്ലോസ് കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി എനിക്ക് മാഷ്മെല്ലോസ് അങ്ങനെ ഇഷ്ടമുള്ള ആളല്ല, എങ്കിലും ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നെക്സ്റ്റ് ഒരു മാഷ്മെല്ലോസും കൂടി പറയാം. ഇത് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ, ഭയങ്കര ടേസ്റ്റായിരുന്നു ചോക്ലേറ്റും സ്ട്രോബെറി. ഞാൻ പൊതുവേ അങ്ങനെ ഒരു സ്വീറ്റ് ലവർ അല്ല, എങ്കിലും ആ ചോക്ലേറ്റ് അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കിപ്പോൾ കൂടെ പറയുമ്പോഴത്തേക്ക് വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ആ ചോക്ലേറ്റ്. പിന്നെ പൊതുവേ സ്ട്രോബെറി ലവർ കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മാഷ്മെല്ലോസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. മാഷ്മെല്ലോസ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ഈ സാധനം ബാംഗ്ലൂർ എവിടെ കിട്ടും എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പിടിച്ച് പോയതാണ് കേട്ടോ ചർച്ച് സ്ട്രീറ്റിലോട്ട്. അപ്പോൾ ഇത് കഴിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പ്രത്യേകിച്ച് ഒരു പ്ലാനും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വെറുതെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നടക്കാൻ ഒരു രസമല്ലേ. അങ്ങനെ ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ സ്ട്രീറ്റിലൂടെയൊക്കെ വെറുതെ നടന്നിട്ടു. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ചർച്ച് സ്ട്രീറ്റിൽ പോകുന്നത്. എപ്പോഴും ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെയാണ് പോകാറ്. ഫസ്റ്റ് ടൈമാണ് ചർച്ച് സ്ട്രീറ്റ് പോകുന്നത്. അപ്പോൾ എവിടെ ചെന്നാലും ഞാൻ ഇതിൽ നിന്ന് ഇയറിങ്സ് കാര്യങ്ങളൊന്നും അധികം അങ്ങനെ മേടിക്കാറൊന്നുമില്ല. പക്ഷേ എങ്കിലും വെറുതെ ഇങ്ങനെ നോക്കി നടക്കാനും പിന്നെ ഒരുപാട് ബാഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വെറുതെ നടന്നു. പിന്നെ അവിടെ നിന്ന് നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് തന്നെ വിട്ടു കേട്ടോ. കാരണം എനിക്കിങ്ങനെ ബാംഗ്ലൂർ പോയി ഒരു വൈബ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എനിക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തണം. അപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോയി ഒരുപാട് നല്ല ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ റിങ്സ് എല്ലാം 100 rupees ആയിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു സ്റ്റോറിൽ കയറി. അവിടെ നമ്മുടെ ക്യൂട്ടിപ്സും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇഷ്ടംപോലെ നെയിൽ പോളിഷും സംഭവങ്ങളും. പിന്നെ എനിക്ക് ഈ ഒരു ബുദ്ധൻ്റെ ഈ ഒരു സാധനം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അത് 600 or 700 സംതിങ് എങ്ങാണ്ടോ ആയിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു. നമുക്ക് ഈ ഷോപ്പ് പീസ് പോലെയൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു സാധനം ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ നിന്ന് നേരെ കോരമംഗലയിലാണ് പോയത്. അവിടെ അൽദാസിലെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഹോട്ട് ക്രിസ്പി ചിക്കൻ സ്ട്രിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ചിക്കൻ സ്ട്രിപ്സ് ട്രൈ ചെയ്തു. പെരി സ്ട്രിപ്സ് ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തത്. നല്ല ചൂടായിരുന്നു വന്നപ്പോൾ തന്നെ. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ സോസിന് പകരം അവിടെ മയോണൈസ് ആണ് കേട്ടോ ഇങ്ങനെ ബോട്ടിലൊക്കെ വയ്ക്കുക. അപ്പം ഞാൻ അതുകൊണ്ട് കുഞ്ഞൊരു ലവൊക്കെ വരച്ചു. ഇതാണ് ഞാൻ ട്രൈ ചെയ്തു ഗൈസ്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്രഷൻ അല്ല, എനിക്ക് നാച്ചുറലി വന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു, നല്ല ജ്യൂസി ആയിരുന്നു. എനിക്കിപ്പോഴും പറയുമ്പോഴത്തേക്ക് സത്യമായിട്ട് കഴിക്കാൻ തോന്നുന്നു. അത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ വയറ് നിറയെ നല്ല ചിക്കൻ സ്ട്രിപ്സ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള കുട്ടി വ്ളോഗ്സ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.